നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഈ സ്ത്രീയുടെ പേര് സന്ധ്യ എന്നായിരുന്നു. ഇവർക്ക് 35 വയസ്സുണ്ടായിരുന്നു. കാണാൻ സുന്ദരിയാണ്, പക്ഷെ അതേസമയം തന്നെ നല്ല ക്യാരക്ടർ ആയിരിക്കും എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾ തെറ്റി. ഈ സ്ത്രീ ഏകദേശം 52 പേരെ കല്യാണം കഴിച്ച് അവരെടുത്ത് നിന്ന് കുറേ പൈസ സ്വർണ്ണമൊക്കെ തട്ടിയെടുത്തതിന് ശേഷം അവരെ പറ്റിച്ചിട്ട് പോയിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഈ 52 പേരും ഇവർ പറ്റിച്ച് 52 പേരും സാധാരണ ആൾക്കാരായിരിക്കും, സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ 52 പേരിൽ ഒരു DSP, 2 SI, 3 കോൺസ്റ്റബിൾ, ഒരു സർവേയർ, അങ്ങനെ ഗവൺമെൻറ് ജോലിയിലുള്ള കുറേ പേര് ഈ 52 പേരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അത്രയും പേരെ പറ്റിച്ചിട്ട് അവരടുത്തു നിന്നൊക്കെയുള്ള കുറേ പൈസ, അവരെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തട്ടിയെടുത്തിട്ട് ഇവർ രക്ഷപ്പെട്ടു പോയിരുന്നു. പക്ഷേ ഈ 52 പേരിൽ DSP, SI ഇവർക്ക് ആർക്കും ഇവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. DSPക്ക് വരെ സന്ധ്യയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണം എന്തായിരിക്കും എന്ന കാര്യത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഒരു ബേക്കറി നടത്തുന്ന ഒരാളായിരുന്നു ഭാസ്കർ. ഇയാൾക്ക് 35 വയസ്സുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഇവരെ വീട്ടിൽ വധുവിനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാൾക്ക് ജാതകത്തിൽ കുറേ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിട്ട് വധുവിനെ കിട്ടിയിരുന്നില്ല. ആ ഒരു പോയിന്റിലായിരുന്നു മാട്രിമോണി നോക്കുന്ന സമയത്ത് സന്ധ്യയുടെ പ്രൊഫൈൽ ഇയാൾ കാണുന്നത്. സന്ധ്യ കണ്ട സമയത്ത് സന്ധ്യയുടെ പ്രൊഫൈലിൽ അച്ഛനും അമ്മയും ആരുമില്ല, ഞാൻ അനാഥയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിരുന്നു. അതേസമയം തന്നെ സന്ധ്യ കണ്ടപ്പോൾ തന്നെ ഭാസ്കറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു പോയിന്റിൽ തന്നെ ഇയാൾ ഒരു മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറും ഇയാൾ കൊടുത്തിരുന്നു. കുറച്ച് സമയത്ത് തന്നെ സന്ധ്യ അയാൾ വിളിച്ചിട്ട് എനിക്ക് നേരിട്ട് നിങ്ങളെ കാണണം, നേരിട്ട് കുറേ സംസാരിക്കാനുണ്ട്, എനിക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്, ഈ കണ്ടീഷൻസിനൊക്കെ നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് കല്യാണത്തിന് സമ്മതമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നേരിട്ട് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ തിരുപ്പൂരിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സംസാരിക്കുന്നു. ഇവർ മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് സന്ധ്യയും അവർക്കുള്ള കണ്ടീഷൻസ് എല്ലാം പറയുന്ന സമയത്ത് സന്ധ്യ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, എനിക്ക് കുടുംബക്കാരായിട്ട് ആരുമില്ല, ഞാൻ അനാഥയാണ്, എൻ്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണുള്ളത്, കല്യാണത്തിനും കുടുംബക്കാരായിട്ട് ആരും വരില്ല, നിങ്ങളുടെ സൈഡിൽ എല്ലാവരും വരുമായിരിക്കും, പക്ഷേ എൻ്റെ സൈഡിൽ ആരും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ സന്ധ്യ പറഞ്ഞ എല്ലാ കണ്ടീഷൻസിനും ഭാസ്കറും ഓക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് 2 ആഴ്ച തന്നെ ഇവർക്ക് കല്യാണം ഫിക്സ് ചെയ്തിരുന്നു. 2024 ജനുവരി മാസമായിരുന്നു ഇവർക്ക് രണ്ടുപേരും കല്യാണം കഴിഞ്ഞത്. അന്ന് മണ്ഡപത്തിൽ ഭാസ്കറിന്റെ സൈഡ് എല്ലാ കുടുംബക്കാരുണ്ടായിരുന്നു. അതേസമയം തന്നെ നേരത്തെ ഇവർ പറഞ്ഞ പോലെ സന്ധ്യയുടെ സൈഡ് ഒരു കുടുംബക്കാർ പോലും ഉണ്ടായിരുന്നില്ല. ഭാസ്കർ അവരുടെ കുടുംബക്കാരോട്, ഇവരുടെ പാരൻസിനോട് ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, സന്ധ്യയുടെ സൈഡ് ആരുമില്ല, അവർ അനാഥയാണ് എന്ന കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ആരും ഈ ഒരു കാര്യം സംശയിച്ചിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഭാസ്കറും സന്ധ്യയും കൂടെ ഹണിമൂൺ പോകുന്നു. ഹണിമൂൺ പോയത് ഊട്ടിയിലേക്കായിരുന്നു. അത് സന്ധ്യയുടെ ഇഷ്ടമാണ്, സന്ധ്യയ്ക്ക് ഊട്ടി ഭയങ്കര ഇഷ്ടമാണ്, ഊട്ടിക്ക് പോകണമെന്ന് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് രണ്ടുപേരും ഊട്ടിയിൽ 2 ആഴ്ചയോളം സ്പെൻഡ് ചെയ്തിട്ട് ഹണിമൂണൊക്കെ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിരുന്നു. വീട്ടിൽ വന്നിട്ട് 2 ആഴ്ച ശേഷം ഭാസ്കർ ജോലിക്ക് പോയിരുന്നു. സന്ധ്യ ഹൗസ് വൈഫ് ആയിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ ഒരു ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിരുന്നു. 3 മാസമായിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 3 മാസം കഴിഞ്ഞിട്ടായിരുന്നു ചെറിയ ഇഷ്യൂസ് തുടങ്ങിയത്. സന്ധ്യ ആ സമയത്ത് ചെയ്തിരുന്നത്, ഭാസ്കർ സന്ധ്യ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഭാസ്കറിൻ്റെ പാരൻസും കഴിയുന്നത്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു സന്ധ്യ ഡെയിലി രാവിലെ പോയി കഴിഞ്ഞാൽ, ഭാസ്കർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ സന്ധ്യ ഇയാൾ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് സന്ധ്യ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരും. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്ക് പോകും. പിന്നെ പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെ വീട്ടിലേക്ക് വരും. അതായത് ഭാസ്കർ വരുന്നതിന് മുമ്പ് തന്നെ സന്ധ്യ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ പാരൻസ് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ സന്ധ്യ എങ്ങോട്ട് പോകുന്നു അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ഈ സന്ധ്യ വീട്ടിലുള്ള സമയത്ത് മണിക്കൂർ കണക്കിന് ഫോണിൽ സംസാരിക്കുക, കുറേ മണിക്കൂർ സംസാരിക്കുക, കുറേ ചിരിച്ച് കളിച്ച് അങ്ങനെ വേറെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പാരൻസും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഭാസ്കറിനോട് ഇതിനെക്കുറിച്ച് തുടക്കത്തിൽ ഇവരൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നീട് ഒരു പോയിന്റിൽ ഭാസ്കറിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതായത് നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സന്ധ്യ പുറത്തേക്ക് പോകുന്നുണ്ട്, എങ്ങോട്ട് പോകുന്നു അറിയില്ല, അതിനുശേഷം നീ ഇല്ലാത്ത സമയത്ത് വേറെ ആൾക്കാരോടൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, മണിക്കൂർ കണക്കിന് സംസാരിക്കുന്നുണ്ട്, അത് ആരാന്ന് എനിക്കും അറിയില്ല, ഞങ്ങളെ കാണുന്ന സമയത്ത് ഫോൺ മറച്ചിട്ടൊക്കെ സന്ധ്യ പോകുന്നുണ്ട്, നമ്മൾ തുടക്കത്തിൽ കണ്ട സന്ധ്യ അല്ല ഇത് വേറെ ആരോ ആണ് എന്ന രീതിയിലൊക്കെ പാരൻസ് ഭാസ്കറിനോട് പറയുന്നുണ്ടായിരുന്നു. ഭാസ്കറിന് തുടക്കത്തിൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു. കാരണം എന്തൊക്കെയോ ഒരു പന്തികേട് സന്ധ്യ എടുത്ത് തോന്നിയിരുന്നു. പക്ഷേ ഇയാളൊന്നും ചോദിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഭാസ്കർ അന്ന് ജോലിക്ക് പോയിരുന്നില്ല. അന്ന് ലീവ് എടുത്ത് ഇയാൾ വീട്ടിലിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഭാസ്കർ വീട്ടിൽ ചെറിയ ജോലിയൊക്കെ ആയിട്ട് ക്ലീനിങ് വർക്കൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു സന്ധ്യ എപ്പോഴും പോലെ പുറത്തേക്ക് പോകുന്നു. സന്ധ്യ വീട്ടിലില്ലാത്ത സമയത്ത് ഭാസ്കർ നേരെ പോയത് സന്ധ്യയുടെ തിങ്സൊക്കെ വെച്ചിരിക്കുന്ന, സന്ധ്യയുടെ ഡ്രസ്സ്, സന്ധ്യയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന അലമാര തുറന്നിട്ട് അത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും രീതിയിലുള്ള എവിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കിട്ടും നോക്കാനായിട്ടായിരുന്നു ഇയാൾ നോക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു പോയിന്റിൽ ഒരു ആധാർ കാർഡ്, സന്ധ്യയുടെ ആധാർ കാർഡ് ഇയാൾ കിട്ടുന്നു. ആ ആധാർ കാർഡ് നോക്കിയ സമയത്ത് സന്ധ്യ എന്ന പേര് കറക്റ്റ് ആയിരുന്നു. അവരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ താഴേക്ക് വന്ന സമയത്തായിരുന്നു അത് ശരിക്കും ഞെട്ടിത്തരിച്ചു പോയത്. കാരണം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയി നോക്കുന്ന സമയത്ത് സന്ധ്യ നേരത്തെ ഇയാളോട് പറഞ്ഞത് സന്ധ്യയ്ക്ക് 35 വയസ്സ് എന്നായിരുന്നു. അതേസമയം തന്നെ ഭാസ്കറിന് 35 വയസ്സായിരുന്നു. രണ്ടുപേരും സെയിം ഏജ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടി നോക്കുന്ന സമയത്ത് സന്ധ്യയ്ക്ക് 45 വയസ്സുണ്ടായിരുന്നു. ആ ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അത് കുറച്ചുകൂടെ താഴേക്ക് നോക്കുന്ന സമയത്ത് സന്ധ്യയുടെ അച്ഛൻ്റെ പേരിലുള്ള ആ ഒരു സ്ഥാനത്ത് സന്ധ്യയുടെ ഭർത്താവിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഭർത്താവ് ഭാസ്കറാണല്ലോ, ഭാസ്കറിൻ്റെ പേരല്ല വേറൊരാളുടെ
പേരായിരുന്നു ആ ഒരു ഹസ്ബൻഡിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നത്. അത് കണ്ട സമയത്ത് അത് സ്ട്രക്കായിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ഷോക്കായിട്ട് വിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം സന്ധ്യ വീട്ടിൽ തിരിച്ചു വന്ന സമയത്ത് ആ ആധാർ കാർഡ് കാണിച്ചിട്ട് ഇതെന്താണ് സംഭവം, നിനക്ക് 45 വയസ്സുണ്ടല്ലേ, ആ ഒരു ഷോക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വേറൊരാളുടെ പേരാണല്ലോ, ശരിക്കും എന്താണ് സംഭവിച്ചത്, നീ ശരിക്കും ആരാണ്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഭാസ്കർ ചോദിക്കുന്നു. ആ ഒരു സമയത്ത് സന്ധ്യ പറഞ്ഞത്, എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കരുത്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ എന്നെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. സന്ധ്യ ഇതുവരെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ആ ഒരു പോയിന്റിൽ സന്ധ്യ ഇങ്ങനെ സംസാരിച്ച് കണ്ട സമയത്ത് ആൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഇത് തുടക്കത്തിൽ കണ്ട സന്ധ്യ അല്ല എന്ന് ആൾക്ക് മനസ്സിലായിരുന്നു. ആ ഒരു സമയത്ത് ഇയാൾ ചെയ്തത്, ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ അപ്പം തന്നെ അടുത്തുള്ള സ്റ്റേഷൻ വന്നിട്ട് അവരുടെ ആധാർ കാർഡ് കാണിച്ചിട്ട് ഇങ്ങനെ തുടക്കം മുതൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് പറഞ്ഞിട്ട് സന്ധ്യയുടെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ശേഷം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് സന്ധ്യ അങ്ങോട്ട് പോകുന്നു. സ്റ്റേഷനിൽ വെച്ചിട്ട് കുറേ ചോദ്യങ്ങൾ സന്ധ്യയോട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് ഭയങ്കര കൂളായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ 3-4 മാസമായി, കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ഹസ്ബൻഡ് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങോട്ട് വന്നത്, അങ്ങനെയുള്ള കുറേ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യം പറഞ്ഞിരുന്നു. ആ സമയത്ത് പോലീസുകാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ഭാസ്കറാണ് സംശയം വന്നിട്ട് സംശയരോഗിയാണ്, അങ്ങനെ രീതിയിലാണല്ലോ വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തത്. ആ ഒരു രീതിയിലായിരുന്നു പോലീസുകാർ ആ ഒരു സമയത്ത് ചിന്തിച്ചത്. ശരി പോട്ടെ വിചാരിച്ചിട്ട് ഒരു ഫോർമാലിറ്റിക്ക് സന്ധ്യയുടെ ഫോൺ വാങ്ങിയിട്ട് പരിശോധിക്കുന്നതായിരുന്നു. തുടക്കത്തിൽ ഒരു ഫോൺ കൊടുത്തിരുന്നില്ല, പിന്നെ ഫോഴ്സ് ചെയ്ത് വാങ്ങിയിട്ട് അവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് സ്റ്റേഷനിലെ മുഴുവൻ പേര് സ്തംഭിച്ച് നിൽക്കുമായിരുന്നു. കാരണം എല്ലാവരും ഞെട്ടിപ്പോയി. ആ ഫോൺ നോക്കുന്ന സമയത്ത് ആ ഫോണിൽ ഏകദേശം 52ഓളം പേര് കൂടെ കല്യാണം കഴിഞ്ഞ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ 52 പേരിൽ ഇവരുടെ DSP, വേറെ സ്റ്റേഷനിലുള്ള 3 SIമാർ, പിന്നെ വേറെ സ്റ്റേഷനിലുള്ള 3 കോൺസ്റ്റബിൾമാർ, അങ്ങനെ എല്ലാവരുടെ കൂടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ്, അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ എടുത്ത വീഡിയോസ്, അതായത് ഇവർ ബന്ധപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ്, ഫോട്ടോസ്, അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള സമയത്ത് എടുത്ത കുറേ വീഡിയോസ്, ഫോട്ടോസ് മാത്രമായിരുന്നു ആ മൊബൈലിലെ ഗ്യാലറി മുഴുവനും. അതൊക്കെ കണ്ട സമയത്ത് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, തമിഴ്നാട് ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കേസാണെന്ന കാര്യം അവർക്ക് മനസ്സിലായിരുന്നു. അവർ തുടക്കത്തിൽ വിചാരിച്ചത് സിമ്പിളായുള്ള കേസാണ്, ഒരു സംശയം രോഗിയാണ് ഭർത്താവ്, അതുകൊണ്ട് വന്നൊരു കേസാണെന്നായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം കണ്ട സമയത്ത് തമിഴ്നാട് ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് വെച്ച് ഏറ്റവും വലിയ കേസാണെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം ഇവർ ഹയർ ഒഫീഷ്യൽസിനെ വിളിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളും സന്ധ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം അവരും പറഞ്ഞു ഇത് ഈ കേസ് ഡീറ്റെയിൽ അന്വേഷിക്കണം, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ പറഞ്ഞിരുന്നു. അതിനുശേഷം സന്ധ്യയെ വിളിച്ചിരുത്തിയിട്ട് അവർ തുടക്കം മുതൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യ തുടക്കം മുതൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഓരോന്നാണ് പറയുന്നുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ആദ്യത്തെ കല്യാണം കഴിഞ്ഞത് ഇവർക്ക് 25 വയസ്സുള്ള സമയത്തായിരുന്നു. ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു. അതിനുശേഷം ഇവർക്ക് ഒരു പെൺകുട്ടിയും ജനിച്ചിരുന്നു. പെൺകുട്ടി ജനിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ ഇവരുടെ ഹസ്ബൻഡ് സന്ധ്യയെ ഒഴിവാക്കിയിട്ട്, സന്ധ്യയെ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ ഓടിച്ചോടി പോയിരുന്നു. ആ ഒരു പോയിന്റിൽ സന്ധ്യയും മകളും ഒറ്റയ്ക്കായിരുന്നു. ഇവർക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇവർ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു. ഇവർക്ക് വീടില്ല, വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വാടകയ്ക്കുള്ള പൈസ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവർ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു. അതേസമയം തന്നെ സന്ധ്യ പറഞ്ഞ അനാഥയാണെന്നുള്ള കാര്യമല്ലേ, ഇവർക്ക് അച്ഛനമ്മയും ആരുമില്ല എന്നൊരു കാര്യം, അത് സത്യമായിരുന്നു. സന്ധ്യയ്ക്ക് ആരുമില്ല. സന്ധ്യ ഒരു അനാഥ ആശ്രമത്തിലായിരുന്നു വളർന്നത്. അതിനുശേഷമായിരുന്നു ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. പക്ഷേ ആ ഒരു പോയിന്റിൽ ഭർത്താവ് ഇവർ ഒഴിവാക്കിയിട്ട് പോയിരുന്നു. ഇവർക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പണക്കാരായിട്ടുള്ള ഒരു വീട്ടിൽ ഒരു ജോലി കിട്ടിയിരുന്നു. അവിടെ ക്ലീൻ ചെയ്യുക, അവിടെ പാചകത്തിന് സഹായിക്കുക, അങ്ങനെയുള്ളൊരു ജോലി കിട്ടിയിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വീടിൻ്റെ ഓണർ, അയാൾക്ക് സന്ധ്യ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു കാര്യം സന്ധ്യയ്ക്ക് മനസ്സിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സന്ധ്യയോട് വന്നിട്ട് സംസാരിക്കുക, സന്ധ്യയുടെ ക്ലോസ് ആവാൻ ശ്രമിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റിൽ ഇയാൾ കുറേ പൈസയും സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഞങ്ങളുടെ ഹോട്ടലിൽ അടുത്തുള്ള നഗരത്തിലൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം, എനിക്ക് കുറച്ച് ദിവസം നിന്നെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ കുറേ കൂടെ പൈസയും സ്വർണ്ണമൊക്കെ തരാം, നീ ഓക്കെ മാത്രം പറഞ്ഞാൽ മതി, നിനക്ക് പിന്നീട് എപ്പോൾ പൈസ ആവശ്യമുള്ള വെച്ച് പറഞ്ഞാൽ മതി, നിനക്ക് എത്ര പൈസ വേണം തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു പോയിന്റിൽ സന്ധ്യയ്ക്കും വേറെ വഴി ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് കുറേ പൈസ ആവശ്യമുണ്ടായിരുന്നു. മകളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, നല്ല രീതിയിൽ വളർത്തണം, അങ്ങനെ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ധ്യ ആ ഒരു പോയിന്റിൽ ഓക്കെ പറഞ്ഞിരുന്നു. പിന്നീട് ആ നഗരത്തിലുള്ള ഹോട്ടലിൽ പോയിട്ട് ഇയാൾ അവരും കൂടെ കുറേ കാര്യം ചെയ്തിരുന്നു. പിന്നീട് ആവശ്യമുള്ള പൈസ ഇയാൾ കൊടുത്തിരുന്നു. പക്ഷേ സന്ധ്യ ആ ഒരു പോയിന്റിൽ ചെയ്തത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, ഹോട്ടലിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ സന്ധ്യയുടെ ഫോണിൽ എല്ലാ ഫോട്ടോസും വീഡിയോസും എടുത്തിരുന്നു. അതിനുശേഷം സന്ധ്യ ചെയ്തത് ആ ഫോട്ടോസും വീഡിയോസും ഇയാളെ കാണിച്ചിട്ട് ഈ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയസിൽ അപ്ലോഡ് ചെയ്യും, പിന്നെ നിങ്ങളുടെ വൈഫ് മക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും, അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പിന്നീട് കുറേ പൈസ അയാളുടെ അടുത്ത് തട്ടിയിരുന്നു. അതിനുശേഷം മാക്സിമം പൈസ അയാളടുത്ത് വാങ്ങിക്കഴിഞ്ഞിട്ട് തൻ്റെ മകളെ അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ
ചേർത്തിരുന്നു. അതിനുശേഷം സന്ധ്യ ചെയ്തത് വലിയ വലിയ പണക്കാരുടെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിൽ നോക്കിയിട്ട് അവിടെ താമസം മാറിയിരുന്നു. അങ്ങോട്ട് താമസം മാറിയതിനു ശേഷം അവരെ ഏരിയയിൽ താമസിക്കുന്ന ഓരോരുത്തരെ സെലക്ട് ചെയ്തിട്ട് അവരെ പുറകെ പോയിട്ട് അവരെ വലയിലാക്കിയതിന് ശേഷം അവരെ കൂടെ കല്യാണം വരെ എത്തും. കല്യാണം കഴിച്ചിട്ട് ഏകദേശം 3 മാസം അവരെ കൂടെ നിൽക്കും. അങ്ങനെ 3 മാസം നിൽക്കുന്ന സമയത്ത് അവരെ മാക്സിമം അവരുടെ അടുത്ത് പൈസയും സ്വർണ്ണം വാങ്ങിയതിന് ശേഷം അവർ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, ആ സമയത്ത് വീഡിയോസ് ഫോട്ടോസൊക്കെ എല്ലാം എടുക്കും. അങ്ങനെ 3 മാസം കഴിയുമ്പോൾ ഇങ്ങനെ അവരെ വീട്ടിൽ എല്ലാ പൈസയും എടുത്തതിന് ശേഷം ആഭരണങ്ങൾ എല്ലാം എടുത്തതിന് ശേഷം ആ വീട്ടിൽ നിന്ന് മുങ്ങിക്കഴിഞ്ഞിട്ട് പുറകെ ഹസ്ബൻഡ് ഇങ്ങനെ കല്യാണം കഴിച്ച ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ ഈ ഫോട്ടോസ് വീഡിയോസ് കാണിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും. ഈ ഫോട്ടോസ് വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, നിങ്ങളുടെ കുറേ കാലങ്ങൾ പറഞ്ഞിട്ട് ഇവർ ആ ഒരു വീഡിയോസ് ഫോട്ടോസ് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും. കല്യാണം കഴിച്ച ഹസ്ബൻഡ്സ് വേറെ വഴിയില്ലാതെ കംപ്ലയിൻ്റ് കൊടുക്കാതെ, കംപ്ലയിൻറ്റ് കൊടുത്താൽ ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ ഈ സ്ത്രീ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാതെ സന്ധ്യയെ അവിടുന്ന് ഒഴിവാക്കി വിടുമായിരുന്നു. പിന്നീട് സന്ധ്യ വേറൊരാളെ നോക്കിപ്പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കല്യാണം കഴിയും, ഒരു 3 മാസം നിൽക്കും. ആ സമയത്ത് കുറേ വീഡിയോസ് ഫോട്ടോസ് എടുക്കും, അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറയും. അതേസമയം തന്നെ അവരുടെ കയ്യിലുള്ള പൈസയും സ്വർണ്ണമൊക്കെ തട്ടിയെടുക്കും. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സമയത്ത് അവരാരും കംപ്ലയിൻറ്റ് കൊടുക്കില്ല. അതേസമയം തന്നെ സന്ധ്യയെക്കുറിച്ച് വേറെ ഒരാളടുത്ത് പറയൂല. അങ്ങനെ ആയിരുന്നു ഇവർ കുറേ കാലമായിട്ട് കഴിഞ്ഞിരുന്നത്. ആ ഒരു പോയിന്റിലായിരുന്നു ഒരു പരിപാടി വെച്ചിട്ട്, ഒരു ചെറിയൊരു പരിപാടി വെച്ചിട്ട് DSP കണ്ടത്. പോലീസിലെ DSP കണ്ടിരുന്നു. തുടക്കത്തിൽ സന്ധ്യ കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. സന്ധ്യ അടുത്ത് വന്നിട്ട് കല്യാണം കഴിഞ്ഞാൽ ചോദിക്കുന്നു. ആ സമയത്ത് സന്ധ്യ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു. പിന്നീട് കുറേ പൈസയും സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കാമെന്ന് ഇയാൾ പറയുന്നു. എനിക്ക് നിങ്ങളോട് ബന്ധപ്പെടുന്ന ആഗ്രഹമുണ്ടെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. സന്ധ്യയ്ക്കും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഹോട്ടലിലെ മുറി എടുത്തിട്ട് കുറേ കാലം ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് അത് പിന്നീട് ഇയാളെ കാണിച്ചിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇയാൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയസിലൊക്കെ അപ്ലോഡ് ചെയ്താൽ ഇയാളെ കല്യാണ ജീവിതം തകരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് DSP വരെ സന്ധ്യയ്ക്കെതിരെ ഒരു കാര്യം ചെയ്തിരുന്നില്ല. അയാൾ അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ ഒഴിവാക്കി വിട്ടിരുന്നു. അതായിരുന്നു സന്ധ്യയെ ഇങ്ങനെയുള്ള കുറേ കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ഏകദേശം 52 പേരെടുത്ത് ഇങ്ങനെ കാര്യം ചെയ്തിട്ട് കോടിക്കണക്കിന് പൈസ സന്ധ്യ തട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രപ്പോസ് വരുന്ന സമയത്ത്, ഇങ്ങനെ മാട്രിമോണി വഴി പ്രപ്പോസ് വരിക, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പ്രപ്പോസൽ തരുന്ന സമയത്ത് അവർ റിച്ചാണെന്ന് നോക്കും, പൈസ ഉള്ള ആളാണെന്ന് നോക്കും. പൈസ ഉള്ള ആളാണെങ്കിൽ അയാളെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ റൂം എടുത്തിട്ട് ഇങ്ങനെ കാര്യം ചെയ്യും. എന്നിട്ട് അവിടെ വീഡിയോസ് ഫോട്ടോസ് എടുത്തിട്ട് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യും. കല്യാണം കഴിക്കുവാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസം അവരുടെ കൂടെ ജീവിക്കും. ഈ 3 മാസം അവരുടെ അടുത്ത് നിന്ന് മാക്സിമം പൈസ ഇതൊക്കെ ഊറ്റിയതിന് ശേഷം അവരെ ഈ ഫോട്ടോസ് വീഡിയോസ് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും. എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ ആളെ നോക്കിപ്പോകും. അങ്ങനെയായിരുന്നു ഇവരെല്ലാം കല്യാണം ചെയ്തിരുന്നത്. ആ ഒരു പോയിന്റിലായിരുന്നു മാട്രിമോണി വഴി പരിചയപ്പെട്ട ഭാസ്കർ വന്നത്. അയാൾ അത്യാവശ്യം റിച്ചാണെന്ന കാര്യം മനസ്സിലാവുന്നു. പിന്നീട് ഭാസ്കറിനെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. ഏകദേശം 3 മാസം ആയ സമയത്ത് അയാളടുത്ത് മാക്സിമം പൈസയും സ്വർണ്ണമൊക്കെ ഇവരെടുത്തിരുന്നു. അതിനുശേഷം ഇയാളെ ഒഴിവാക്കിയിട്ട് വേറെ റിലേഷൻഷിപ്പിൽ പോകാനായിട്ട് സന്ധ്യ കുറേ കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇവർ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നത്. മൊബൈലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവരെ പാരൻസിനെ കണ്ടത്. അതുതന്നെയായിരുന്നു ഭാസ്കറിനെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഭാസ്കർ ഒരു ദിവസം വന്നിട്ട് ആധാർ കാർഡ് കാണിച്ചിട്ട് ഇങ്ങനെ സംശയം തോന്നിയിട്ട് ഈ കാരണമൊക്കെ പറഞ്ഞത്. അന്നും അയാളെടുത്തും സന്ധ്യ വന്നിട്ട് ഞാൻ ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഭാസ്കർ ആ സമയത്ത് പറഞ്ഞത് പോയിട്ട് അപ്ലോഡ് ചെയ്യും, എന്ത് വേണം അപ്ലോഡ് ചെയ്യും, ഒരു കുഴപ്പമില്ല, അതിൽ നീയും ഉണ്ട് ഞാനും ഉണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് തന്നെ കുഴപ്പമില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു കുഴപ്പമില്ല, നീ എന്ത് വേണം ചെയ്യുക, അപ്ലോഡ് ചെയ്ത് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ അടുത്തുള്ള സ്റ്റേഷനിൽ പോയിട്ട് സന്ധ്യക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തത്. പക്ഷേ ഈ 52 കല്യാണം കഴിച്ചില്ലേ, 52ാമതായിരുന്നു ഭാസ്കർ. ഈ 51 കല്യാണത്തിലും ഇങ്ങനെ ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല. ഇങ്ങനെ തുടക്കത്തിൽ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ സന്ധ്യ അകത്തായേനെ. പക്ഷേ ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല. ആകെ പറഞ്ഞത് ഭാസ്കർ മാത്രമായിരുന്നു. ഭാസ്കർ പോയിട്ട് എന്തെങ്കിലും കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം സന്ധ്യ വിളിച്ചു വരുത്തിയിട്ട് അവരെ മൊബൈൽ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ എവിഡൻസും അവർ കിട്ടിയിരുന്നു. അതിനുശേഷം സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഇവർ കോടതിയിലും ഹാജരാക്കിയിരുന്നു. ഈ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇവർ വിധി വന്നിട്ടില്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്.